ഒരു ചോദ്യമാണ്. നിതീഷിനെ ചാടിച്ചത് ഇ ഡി ആണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ബീഹാറിൽ നടക്കുന്നത് ലാലു പ്രസാദ് യാദവിനെതിരെ, മകൻ തേജസ്വി യാദവിനെതിരെ, ഭാര്യ റാബ്രി ദേവിക്കെതിരെ എല്ലാം ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. 6 കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു ലാലു കുടുംബത്തിന് തന്നെ. അത് ജോലി നൽകാൻ ഭൂമി വാങ്ങി എന്ന രീതിയിലുള്ള തൊഴിലിന് പകരം ഭൂമി തട്ടിപ്പ് കേസിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ CBIയുടെ ഭാഗത്തു നിന്ന് IRCTC ഹോട്ടലുകളുടെ കരാറിൽ കൃത്രിമം കാണിച്ചു എന്ന്, അതായത് പല കേസുകൾ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കൃത്യമായിട്ട് ചർച്ച ചെയ്ത് എന്തുകൊണ്ട് നിതീഷ് മറുകണ്ഠം ചാടിയെന്ന് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ കേസുകളൊന്നും ഇപ്പം ലാലുവിനെതിരെയുള്ള കേസായാലും തേജസ്വിക്കെതിരെയുള്ള കേസായാലും ഒന്നും പുതിയ കേസുകളല്ല. പക്ഷേ ഇതെല്ലാം കൃത്യമായി തന്നെ ഇതിന്റെ ഒരു ശക്തി വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ കേസിന്റെ ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും ആ കേസിന്റെ അന്വേഷണങ്ങൾ വരുന്നതും അത്തരം കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെയാണ്. ഇപ്പൊ ഇന്നലെയാണ് ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്തത്. ഇന്നാണ് തേജസ്വി യാദവ്, ലാലു ആയാലും തേജസ്വി ആയാലും ആ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊണ്ട് അതിനെ നേരിടുകയായിരുന്നു. ഈ സംസ്ഥാനത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുമ്പോൾ ആ രാഷ്ട്രീയ നീക്കത്തിന് ബദൽ കണ്ടെത്തേണ്ടി വരുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അവർ രണ്ടുപേരും ചോദ്യം ചെയ്യലിന്, ഇപ്പോൾ ഏതോ കാലത്ത് നടന്ന വിഷയങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ സ്വാഭാവികമായും ആരായാലും ചോദ്യം ചെയ്യൽ, ഇനി അവർ അഴിമതി കാണിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെങ്കിൽ അതിന് സ്വാഭാവികമായി ഏതെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എല്ലാവരും ഓർത്തിരിക്കുന്ന വിഷയങ്ങളായിരുന്നു. നമ്മളായാൽ പോലും എത്രയോ കാലത്തിന് മുമ്പ് നടന്നൊരു സംഭവമായിരിക്കും. അതിൻ്റെ എല്ലാം കൃത്യമായി ഓർത്തിരിക്കണം. ആ മൊഴി കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടാവരുത്. അതെല്ലാം പഠിക്കാനും അതിനുവേണ്ടി തന്നെ ഈ പ്രധാന നേതാക്കളുടെ പ്രധാന സമയം മുഴുവൻ ചെലവഴിക്കേണ്ടി വരുന്നു. അവിടെ പ്രധാനമായും നിതീഷിന്റെ ഈ ചാട്ടം സംബന്ധിച്ച ഒരു സംശയം പ്രധാനമായി ഉയർന്നത്, നിതീഷിനെ സംബന്ധിച്ചപ്പോൾ 3 പേരായിരുന്നു നിതീഷിന്റെ ഏറ്റവും ഇന്നർ സർക്കിളിൽ പെട്ടിരുന്ന 3 പേർ എന്ന് പറയുന്നത്. വിജയ് ചൗധരിയും അശോക് കുമാർ ചൗധരിയും സഞ്ജയ് കുമാർ ഝായും 3 പേരും മന്ത്രിമാരാണ്. ഈ 3 പേർക്കെതിരെ, പ്രത്യേകിച്ച് വിജയ് ചൗധരിക്കെതിരെയുള്ള ഇ ഡിയുടെ വല ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവർക്കെല്ലാം വ്യവസായ താല്പര്യങ്ങൾ കൂടി ഉള്ളവരാണ്. അവിടേക്കൊക്കെ നാളെ ഇ ഡി അന്വേഷണം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരം കേന്ദ്ര ഏജൻസികളൊക്കെ അവിടെ പിടിമുറുക്കാൻ സാധ്യതയുണ്ട് എന്നതുകൂടി വരുന്നു. അവരുടെ ഒരു സ്വാധീനം കൂടി നിതീഷിന്റെ ഈ ചാഞ്ചാട്ടത്തിന് പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും എന്തായാലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളിനി മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിച്ചു, മഹാവികാസ് അഘാഡിയെ പിളർത്തിയത്, പിന്നെ മായാവതിയെ നിശബ്ദയാക്കിയത് ഇ ഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇ ഡിയുടെ വല നീണ്ടു കിടക്കുന്നു ആ കൈകൾ എന്നുള്ളത് രീതിയിൽ വരികയാണ്. ഇനിയും ഇ ഡി ലക്ഷ്യമിടുന്ന പട്ടികയിലെ നമ്പറുകൾ തീരുന്നില്ല, പേരുകൾ തീരുന്നില്ല. കെജ്രിവാളും DK ശിവകുമാറും മമതയും സ്റ്റാലിനും പിണറായിയും എല്ലാം ഈ പട്ടികയിൽ തന്നെ നിൽക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. ആം ആദ്മി പാർട്ടി ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗും ജയിലിൽ നിൽക്കുകയാണ്. കെജ്രിവാളിന്റെ അടുത്തേക്ക് ഇ ഡി എത്തിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ എന്തായാലും നമുക്ക് ഈ നേതാക്കളുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഇന്നത്തെ സമയപരിധിയിൽ എടുക്കാൻ കഴിയില്ല. നമുക്ക് ഓരോ നേതാക്കളുടെയും പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കെജ്രിവാളിനെതിരെയുള്ള കേസുകളായാലും, അല്ലെങ്കിൽ ഈ പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള കേസുകളായാലും, DK ശിവകുമാർ അടക്കമുള്ള ഈ കേസുകളെല്ലാം മമതയൊക്കെ പ്രത്യേകമായി തന്നെ സ്റ്റാലിന്റെ വിഷയത്തിലെല്ലാം എടുക്കേണ്ടതാണ്. നമുക്ക് ഇന്ന് പരിശോധിക്കാൻ കഴിയുന്നത് ഇവർ നേരത്തെ നടപ്പാക്കിയ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാവികാസ് അഘാഡി എന്ന് പറയുന്നത് BJP യഥാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. BJPക്കൊപ്പം മത്സരിച്ച ശിവസേന മറുപക്ഷത്തേക്ക് മറുകണ്ഠം ചാടുന്നു. അവിടെ നിന്ന് NCPയും കോൺഗ്രസും ശിവസേനയും ചേർന്ന് ഒരു സർക്കാർ ഉണ്ടാക്കുന്നു. മഹാരാഷ്ട്ര പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നടക്കുന്ന, പ്രത്യേകിച്ച് ഒരു 48 ലോക്സഭാ സീറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് മറ്റു പല സംസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാമ്പത്തിക കേന്ദ്രീകരണം കൂടിയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ BJPക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അവിടെ പ്രതിപക്ഷ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ശരത് പവാറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ ഉണ്ടാകുന്നു. ഭരണം ശിവസേനയ്ക്കാണ് എങ്കിൽ പോലും ആ മുന്നണിയെ കൃത്യമായി തന്നെ പിളർത്തിയതിനകത്ത് ശിവസേനയെ 2ആയി പിളർത്തുന്നു, NCPയെ 2ആയി പിളർത്തുന്നു. എന്തിന് അജിത് പവാറിനെ പോലെ ശരത് പവാറിന്റെ അൻഡ്രവനെ തന്നെ മറുകണ്ഠം ചാടിക്കുന്നു. ശിവസേന അങ്ങനെ പെട്ടെന്ന് പിളർത്താൻ കഴിയുന്ന അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാർട്ടി കൂടിയായിരുന്നു. ആ ശിവസേനയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ പിളർത്തുന്നു. അത് നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഛഗൻ ഭുജ്ബലിനെതിരെ ആയാലും അജിത് പവാറിനെതിരെയായാലും ഇവർക്കെല്ലാം എതിരെ വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ ഇവരെല്ലാം അഴിമതിക്കാരാണെന്ന് BJP തന്നെ ആരോപണം ഉന്നയിച്ചതാണ്.
ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, BJPയുടെ ഇവർക്കെതിരെയുള്ള അഴിമതി ആരോപണം നടക്കുന്നു. അതിനിടയിലാണ് ഈ NCP പിളരുന്നതായാലും ശിവസേന പിളരുന്നതായാലും അവരെല്ലാവരും ചേർന്ന് BJPയുമായി ചേർന്ന് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്നു. അതോടുകൂടി ഈ അന്വേഷണങ്ങളെല്ലാം അവസാനിക്കുന്നു. ശരത് പവാറിന്റെ കൊച്ചുമകനെതിരെയുള്ള അന്വേഷണം മാത്രം ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തെ ഈ അന്വേഷണ ഏജൻസികൾ കൊണ്ട് പിളർന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഭരണം നഷ്ടമാകുന്ന അവസ്ഥ. മായാവതിയുടെ വിഷയത്തിലായാലും അതുതന്നെയാണ്. മായാവതി കഴിഞ്ഞ തവണയൊക്കെ ഇവരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് BJPയുമായി അകന്നു നിന്ന് പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിന്നതാണ് മായാവതി. അങ്ങനെ മായാവതിക്ക് സീറ്റടക്കം കഴിഞ്ഞ തവണ ഈ SP തകർന്നു പോയപ്പോഴും മായാവതിക്ക് അങ്ങനെ നഷ്ടമുണ്ടാവാതെ സീറ്റടക്കം 10 സീറ്റുകളടക്കം ലഭിച്ച ഒരു പാർട്ടിയാണ്. പക്ഷേ മായാവതി ഇപ്പോൾ എവിടെയും നിൽക്കാൻ തയ്യാറാവുന്നില്ല. മായാവതിക്ക് നേരെയും ഇതുതന്നെയാണ് അവസ്ഥ. വിവിധ കേസുകളുടെ അന്വേഷണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അന്വേഷണമാവും, പക്ഷേ അതെല്ലാം മായാവതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഇന്ത്യയിൽ പ്രധാനമായും നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്നിൽ നമുക്ക് തെളിച്ചു പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത സ്ഥലങ്ങളിലെല്ലാം ഈ നേതാക്കൾക്കെതിരെ വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ട് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ കണ്ണടച്ച് തള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി പലതവണയും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിഷയമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങളിലും EDയുടെ വേട്ട തുടരുകയാണ്. ആ വിശദാംശങ്ങളൊക്കെ കൂടിയായി ഇലക്ഷൻ ചാനൽ വീണ്ടും നാളെ. നമസ്കാരം.